ഹലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. കാരണം ഞാൻ വീട്ടിൽ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഹരിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ നൂലേട്ടല്ലേ, അപ്പോൾ ഒരു സംഭവം മീൻസ് നമ്മൾ നെയിം എഴുതിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ബബിൾ ഇങ്ങനെ താഴത്തോട്ട് വീഴില്ലേ, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. കാരണം എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ, അത് നെയിമിംഗ് ബോർഡോ ഇങ്ങനെ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നെയിം റിവീൽ ബോർഡ്, അത് തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എന്താ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചു. കണ്ണനെ വിളിച്ചപ്പോൾ കണ്ണൻ ഓൾറെഡി തിരക്കാണല്ലോ, ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുക. അപ്പോൾ അവൻ വന്നില്ല കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ 11 മണിക്ക് ഇറങ്ങി. ഇത്രയും തിരക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണടിച്ച് പോയി എന്ന് പറയാം. കാരണം തിരക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിലൊന്നും ഒരു സ്ഥലമില്ല. പിന്നെ 1 അവർ പാർക്കിംഗ് എടുത്തിട്ട് ഞങ്ങൾ സ്പീഡിൽ പോകുന്നത്. കാരണം ഇപ്പോൾ തിരക്കായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ മുട്ടി വണ്ടിയൊക്കെ അങ്ങനെ വരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അത്യാവശ്യം കടകളെല്ലാം അവിടെ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടാ. പിന്നെ ഈ കമ്മൽ എങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും കടയിലൊന്നും കയറി വാങ്ങിയതല്ല കേട്ടോ. ഈ നൂലൊക്കെ എനിക്ക് തയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ വാങ്ങിച്ച് വെക്കും, പിന്നെ അത് തിരുവാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ കമ്മലിൻ്റെ കാര്യം പറഞ്ഞതല്ലോ, കടയിൽ കയറി വാങ്ങിച്ചതല്ല. ഇങ്ങനെ ഹിന്ദിക്കാരിങ്ങനെ ഒരു സ്റ്റാൻഡിൽ വിൽക്കാനുണ്ടല്ലേ. ഇപ്പോൾ ഓണമായതുകൊണ്ട് എന്തോരം കമ്മലുകളാണ്. എനിക്കതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ 1 അവർ പാർക്കിംഗ് ആയതുകൊണ്ടും പിന്നെ ചെറിയ മഴക്കാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ടും ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഓൾറെഡി കയ്യിലൊക്കെ കവറുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട്. പിന്നെ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് എന്തോരം പൂക്കളാണ് എൻ്റെ കൃഷ്ണ. പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെയല്ല, മേത്തർ ബസാറിൽ കയറണം. അവിടെ ഫുള്ള് ഇങ്ങനെ പുലികളിയുടെ സാധനങ്ങൾ, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മുട്ടിയാണ് നമ്മൾ നടക്കുന്നത്. മേത്തർ ബസാർ പോയവർക്ക് അറിയാൻ പറ്റും. കാരണം ചെറിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ അതിലിങ്ങനെ ഭയങ്കര പാടാണ് നടക്കാനായിട്ട്, ഇങ്ങനെ തിരക്ക് വരുന്ന സമയം. ക്രിസ്മസ് വരുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കാർ നിർത്തിയ മാമിയുടെ ഒരു ഫോൺ നന്നാക്കാൻ കൊടുക്കാണ്ടായിരുന്നു ഇവിടെ ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പത്തടിപ്പാലത്ത്. അപ്പോൾ അതൊന്ന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതുപോലെ ഇങ്ങനെ തിരക്കില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാം. മറ്റത് ഇങ്ങനെ തിരക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മൾ ഇടിച്ചിടിച്ച് കൊണ്ടുപോകും. കയ്യിൽ നിന്ന് എങ്ങനെ ഫോൺ വിട്ടുപോയല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനൊന്നും എടുക്കാനില്ല. പിന്നെ അധികം വിശപ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടാണ്, ഒരു 3:30 കഴിഞ്ഞു നമ്മൾ ഷവർമ്മ കഴിക്കാൻ. ഇവിടുന്ന് ഞങ്ങളെപ്പോഴും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു വിശ്വാസമുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞു വേറെ കടയിൽ കയറിയതാണ്. പിന്നെ അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ടർക്കി ഷവർമ്മയായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു ധാരണയുണ്ട് അരൂരോട്ടുള്ള ബ്ലോക്ക്. കാരണം അങ്ങോട്ട് പോയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കുറച്ച് വൈകിയിരിക്കുന്നതുകൊണ്ട് അതിലും ബ്ലോക്കായിരിക്കും എന്നറിയാം. പിന്നെ ഇവിടെ ഷർട്ട് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ലൂയിസ് ഫിലിപ്പിൽ കയറിയിട്ട് ഒരു ഷർട്ട് വാങ്ങി മാമന് വേണ്ടിയിട്ടാണ്. പിന്നെ അധികം സമയം കളയേണ്ടി വന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ഫോണിൽ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് കാണിച്ചു. അപ്പോൾ അവിടെ നിൽക്കുന്ന ചെക്കൻ അത് തന്നെ ഡിറ്റോ ഒരു ഷർട്ട് എടുത്ത് തന്നു. പടയെന്ന് ബില്ലടിച്ച്. കുമ്പളം പാലം ഇറങ്ങിയില്ല. ഇത് കണ്ട തിരക്ക് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. എപ്പോൾ എത്തും എന്ന് പോലും നമുക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. എന്നാലും നമുക്ക് വലിയ ധൃതിയും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ലോ മോഷനിൽ കാർ പതുക്കെ ഓടിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബൈ.